നമസ്കാരം. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഇരട്ടത്താപ്പിനെ കടുത്ത ഭാഷയിൽ തുറന്നു കാട്ടുകയാണ് ഇറാൻ. സമാധാനത്തിന്റെ കുപ്പായമിട്ട് ലോകരാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കുന്ന അമേരിക്ക തന്നെയാണ് പശ്ചിമേഷ്യയിലെ യഥാർത്ഥ ശത്രു. മറ്റു രാജ്യങ്ങളെ പോലെ ഇറാനെയും ഭീഷണിപ്പെടുത്തി സ്വന്തം പരിധിയിലാക്കാമെന്ന പാശ്ചാത്യ വ്യാമോഹം നടക്കാതെ വന്നപ്പോഴാണ് ആദ്യം സാമ്പത്തിക ഉപരോധവും പിന്നീട് നഗ്നമായ സൈനിക കടന്നാക്രമണങ്ങളും അഴിച്ചുവിട്ട് അവരെ തകർക്കാൻ അമേരിക്ക ശ്രമിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നാണക്കേട് മാത്രമാണ് മിച്ചം വന്നത്. നേതാക്കളെ വധിച്ചും അവർ കൊല്ലപ്പെട്ടുവെന്നോ നാടുവിട്ടെന്നോ ഉള്ള കള്ളക്കഥകൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും ഇറാന്റെ ആത്മവിശ്വാസം തകർക്കാൻ നോക്കിയ ശത്രുക്കൾക്ക് മുന്നിൽ ഒട്ടും പതറാതെയാണ് ഇറാൻ എന്ന രാജ്യം നിലകൊള്ളുന്നത്. വാക്കിന് ചാക്കിന്റെ പോലും വിലയില്ലാത്ത ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികാരം തീർക്കുമെന്നും അമേരിക്കൻ പ്രകോപനങ്ങൾക്ക് അവർക്ക് താങ്ങാനാവാത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ജനതയുടെ പരമാധികാരവും അന്തസ്സും ചവിട്ടിമെതിച്ച സാമ്രാജ്യത്വ ശക്തികളെ പാഠം പഠിപ്പിക്കാതെ ഇറാന്റെ പ്രതിരോധത്തിന്റെ തീപ്പൊരികൾ അടങ്ങില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇറാൻ ഈ തവണ അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു ചോരപ്പുഴയിലേക്ക് തള്ളിവിടാൻ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മൊജ്തബ ഖമേനി നടത്തിയ സിംഹഗർജനം ലോകരാഷ്ട്രങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. നയതന്ത്രത്തിന്റെ എല്ലാ മാന്യതകളും ലംഘിച്ച് തങ്ങൾ ഒപ്പുവെച്ച കരാറുകളെല്ലാം വെറും ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് ഇനി ഒരു വിലയുമില്ല എന്നും യുദ്ധക്കൊതിയോടെ മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇറാൻ മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കുമെന്നുമുള്ള ഖമേനിയുടെ വാക്കുകൾ വെറുമൊരു മുന്നറിയിപ്പ് മാത്രമായിട്ട് കാണരുത്. മറിച്ച് പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തെ വേട്ടയാടുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണിത്. അമേരിക്കയുമായി ഉണ്ടാക്കിയ മൊമറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കരാറിലെ വ്യവസ്ഥകൾ വാഷിംഗ്ടൺ തുടർച്ചയായി ലംഘിച്ച പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നത്. സമാധാനവും സ്ഥിരതയും ആഗ്രഹിച്ചുകൊണ്ട് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായപ്പോഴെല്ലാം ആത്മാർത്ഥതയില്ലാത്ത നിലപാടുകളിലൂടെയും രഹസ്യ അജണ്ടകളിലൂടെയും കരാറുകളെ അട്ടിമറിക്കുകയായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട വിനോദം തന്നെ. ഡൊണാൾഡ് ട്രംപ് എന്ന അവിശ്വസനീയനായ ഭരണാധികാരിയുടെ കീഴിൽ അമേരിക്കൻ നയതന്ത്രം എത്രത്തോളം അധപ്പതിച്ചു എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ട്രംപിന്റെ ഒപ്പ് ഒന്നിനും കൊള്ളാത്തതാണെന്നും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് സ്വയം പുകഴ്ത്തുന്ന ഒരു രാജ്യം അന്താരാഷ്ട്ര കരാറുകളെ എത്രത്തോളം ലഘുവായിട്ടാണ് കാണുന്നതെന്നും ആയത്തുള്ള ഖമേനി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അമേരിക്കൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ സൈനിക സാമ്പത്തിക ആക്രമണങ്ങൾ പ്രകോപനപരമായ ഒരു വൻ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ അമേരിക്കയാണെന്ന് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് വിലയിരുത്തുക തന്നെ വേണം. ഇറാൻ എക്കാലവും ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ സ്വന്തം അതിർത്തികളുടെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. തങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധങ്ങളെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്നും രാജ്യം പലവട്ടം തെളിയിച്ച കാര്യവുമാണ്. ഇപ്പോൾ കേവലം ഒരു പ്രതിരോധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സർക്കാർ ഔദ്യോഗിക ടെലിവിഷൻ വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഖമേനി വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അതായത് ഇറാൻ ഇപ്പോഴും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അവർ പ്രതിരോധം മാത്രമാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ ക്രൂരമായ ശത്രുതയ്ക്കെതിരെ ഇറാന്റെ സൈന്യവും മേഖലയിലെ സാമ്രാജ്യത്വ വിരുദ്ധ കൂട്ടായ്മയായ റെസിസ്റ്റൻസ് ആക്സിസും ചേർന്ന് ശക്തവും അത്യന്തം മാരകവുമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനം ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും നടത്തുന്ന അധിനിവേശങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ഈ റെസിസ്റ്റൻസ് കൂട്ടായ്മയ്ക്ക് സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. പരമോന്നത നേതാവിന്റെ കടുത്ത നിലപാടിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ കടുത്ത നയതന്ത്ര തീരുമാനങ്ങളിലേക്ക് ഇറാൻ കടന്നു എന്നത് അവരുടെ ആത്മവിശ്വാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുമായുള്ള കരാറിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഇറാൻ പൂർണ്ണമായും നിർത്തിവെച്ചതായി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമാബാദ് MO പ്രകാരമുള്ള എല്ലാ കരാറുകളും വ്യവസ്ഥകളും അമേരിക്കൻ ഭരണകൂടം നഗ്നമായി ലംഘിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയൊരു ഏകപക്ഷീയമായ കരാർ പാലനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. രാജ്യം സ്വന്തം നിലനിൽപ്പിനായി പ്രതിരോധിക്കുന്ന തിരക്കിലായതിനാൽ ശത്രു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാർ ബാധ്യതകൾ നിറവേറ്റാൻ ഇറാന് സാധിക്കില്ല എന്ന നിലപാട് തികച്ചും യുക്തിസഹവുമാണ്.
പ്രായോഗികമായി അമേരിക്ക എല്ലാ കരാറുകളും ചവിട്ടിമെതിച്ച സ്ഥിതിക്ക് ഒരു ചത്ത കരാറിന്റെ ബാധ്യതയും ചുമലിലേൽക്കാൻ ഇറാൻ ഇപ്പോൾ തയ്യാറല്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അമേരിക്കയെ വിശ്വസിച്ച രാജ്യങ്ങൾക്കെല്ലാം വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും പേര് പറഞ്ഞ് കടന്നുകയറിയ അമേരിക്ക ആ രാജ്യങ്ങളെ എങ്ങനെ തകർത്തുവെന്ന് ലോകം കണ്ടതാണല്ലോ. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ഏർപ്പെടുത്തിയ ക്രൂരമായ ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും സ്വയം പര്യാപ്തതയിലൂടെ മറികടന്ന ജനതയാണ് ഇറാനിലുള്ളത്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും അന്താരാഷ്ട്ര ആണവ ഏജൻസികൾ ഇറാന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടും അമേരിക്കൻ ഭരണകൂടം ഒപ്പിട്ട കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഉപരോധങ്ങൾ കർശനമാക്കുകയുമാണ് അവർ ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയെ ഇനിയും വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിദേശ നയങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും അത് കേവലം സയനിസ്റ്റ് താല്പര്യങ്ങളെയും ആയുധ കച്ചവടക്കാരായ കോർപ്പറേറ്റുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന അമേരിക്കൻ അഹങ്കാരത്തിനാണ് ഇറാൻ ഇപ്പോൾ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. നയതന്ത്ര ബന്ധങ്ങൾ അതീവ വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കരാറുകളിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും പിന്മാറിയതോടെ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള ഭീതി പടർന്നിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. എന്നാൽ ഈ ഭീതിക്ക് കാരണം ഇറാന്റെ നിലപാടുകളല്ല, മറിച്ച് അമേരിക്കയുടെ കപട നയങ്ങളും യുദ്ധക്കൊതിയും തന്നെയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും സഖ്യശക്തികളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ മേഖലയെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാൻ അമേരിക്ക തുനിഞ്ഞിറങ്ങിയാൽ അതിന്റെ ആഘാതം വാഷിംഗ്ടണിലും പ്രതിഫലിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സാമ്രാജ്യത്വ ശക്തികളുടെ കപട നാടകങ്ങൾക്ക് ഇരയാകാൻ തങ്ങളെ കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ഇറാന്റെ ഈ ധീരമായ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ശക്തി സന്തുലനാവസ്ഥയ്ക്ക് വഴി തുറക്കുമെന്ന കാര്യവും തീർച്ചയാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തിലെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും ഈ വസ്തുത നിഷേധിക്കാനാകില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെയും മറ്റ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ ഇടപെടലുകളാണ് ഈ മേഖലയെ എക്കാലത്തും അസ്ഥിരപ്പെടുത്തുന്നത്. ലോക പോലീസ് ആകാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ അഹങ്കാരമാണ് പശ്ചിമേഷ്യയിലെ യഥാർത്ഥ പ്രശ്നം എന്ന് വ്യക്തമാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ കരാറുകൾ ലംഘിക്കുന്ന ചരിത്രം തന്നെയാണ്. ആ ചരിത്രമാണ് ഇറാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് എന്ന് മാത്രം. ഇറാനുമായി ഉണ്ടാക്കിയ ചരിത്രപരമായ ആണവ കരാറിൽ നിന്നടക്കം അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ഇതിന്റെ തെളിവ് തന്നെയാണല്ലോ. രാജ്യാന്തര സമിതികൾ അംഗീകരിച്ച ഉടമ്പടികൾ പോലും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ലംഘിക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കും? പാരീസ് എഗ്രിമെന്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കൂടാതെ മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങളെയും മനുഷ്യത്വരഹിതമായ കടന്നാക്രമണങ്ങളെയും അന്ധമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സയനിസ്റ്റ് കൂട്ടുകെട്ടും ഏകപക്ഷീയ നിലപാടും സമാധാന ശ്രമങ്ങൾക്ക് എക്കാലത്തും തിരിച്ചടി തന്നെയാണ്. ഐക്യരാഷ്ട്ര സഭയിൽ പോലും തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് അധിനിവേശങ്ങളെ സംരക്ഷിക്കുന്നത് അമേരിക്കയുടെ പതിവായി മാറിയിരിക്കുന്നു. ഇതിനൊപ്പം ആയുധ കച്ചവടവും കോർപ്പറേറ്റ് താല്പര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ എപ്പോഴും ഒരു യുദ്ധാന്തരീക്ഷം നിലനിർത്തേണ്ടത് അമേരിക്കയിലെ ആയുധ നിർമ്മാണ കോർപ്പറേറ്റുകളുടെ ആവശ്യം തന്നെയാണ്. സമാധാനമുണ്ടായാൽ തങ്ങളുടെ ആയുധ കച്ചവടം പൂട്ടുമെന്ന ഭയമാണ് പലപ്പോഴും അമേരിക്കയെ ഇത്തരം പ്രകോപനങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പോലും. സ്വന്തം രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇറാനും സഖ്യകക്ഷികളും നടത്തുന്ന പ്രതിരോധ നീക്കങ്ങളെ തീവ്രവാദമായിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള അമേരിക്കൻ മാധ്യമങ്ങളും ഭരണകൂടവും ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അധിനിവേശം നടത്തുന്നത് അമേരിക്കൻ സൈന്യമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അമേരിക്കയുടെ ഈ അഹങ്കാരത്തിനും കപട നാടകങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഇറാന്റെ ശക്തമായ നിലപാട് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ന്യായമായ പ്രതിരോധം തന്നെയാണ്. ലോകത്തിലെ ഏത് വൻ ശക്തിയായാലും മറ്റുള്ളവരുടെ പരമാധികാരത്തെ മാനിക്കാൻ തയ്യാറാകണമെന്ന സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും കരാറുകളെയും പുല്ലുപോലെ കരുതുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇറാന്റെ ഈ ധീരമായ നിലപാട്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും കള്ളക്കഥകൾക്കും മുന്നിൽ ഒരു പരമാധികാര രാഷ്ട്രം എങ്ങനെ നെഞ്ചുവിരിച്ച് നിൽക്കണമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അമേരിക്കയുടെ ഇരട്ടത്താപ്പും വഞ്ചനയും പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുമ്പോൾ സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം കേവലം ഒരു സൈനിക നീക്കം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള നീതിപൂർവമായ പോരാട്ടത്തിന്റെ വിളംബരം കൂടിയാണ്.
ചരിത്രം മറക്കാത്ത തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ശക്തി സന്തുലനാവസ്ഥയ്ക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവും വേണ്ട.